ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നടന്ന വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യം മൂലം ഏറെ ദുരിതമനുഭവിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പത്മിനി ഗോപിനാഥ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുന്നത്. വനം വകുപ്പിനെപ്പറ്റി കാര്യക്ഷമമായ കാഴ്ചപ്പാടോടെയാണ് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പ്രവർത്തിക്കുന്നത്. നഷ്ടപരിഹാര തുക കാലതാമസം കൂടാതെ നൽകാനുള്ള നടപടിക്കാണ് അദാലത്തിലൂടെ തുടക്കമായിരിക്കുന്നത്. നിലവിൽ സോളാർ വൈദ്യുതവേലി ഇല്ലാത്ത ഭാഗത്തുകൂടി സോളാർ വൈദ്യുതവേലി യാഥാർത്ഥ്യമാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ സർക്കാർ എല്ലാ മേഖലകളിലും കാര്യക്ഷമമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന പട്ടികവർഗ അദാലത്തിൽ 64 വയസ്സായ വയോധികയ്ക്ക് നേരിട്ട് ജനന സർട്ടിഫിക്കറ്റ് നൽകാനായതും അവർ പറഞ്ഞു. ചടങ്ങിൽ നഷ്ടപരിഹാര തുകകളുടെ കൈമാറ്റവും ചെയർപേഴ്സൺ നിർവഹിച്ചു. 15 പേർക്കാണ് ഇന്ന് നഷ്ടപരിഹാരം നൽകിയത്. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ACF അനീഷ സിദ്ദീഖ് അദാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്നത് 12 ലക്ഷം രൂപയാണ്. ഇത് 21 ലക്ഷമായി സർക്കാർ ഉയർത്തുമെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയതായി 2000 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ വൈദ്യുതവേലി നിർമ്മിക്കും. വന്യമൃഗശല്യം കൂടുതലായ സ്ഥലങ്ങളിൽ കൂടുതൽ RRTകൾ സ്ഥാപിക്കും. നിലമ്പൂർ നോർത്ത് ഡിവിഷന് വന്യമൃഗശല്യത്തിന്റെ നഷ്ടപരിഹാരമായി 2 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നും അനീഷ സിദ്ദീഖ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MA ജോസ്, റംലത്ത് നീലക്കോടൻ, സജീർ മേത്തല, ഷമീന കാഞ്ഞിരാല, CK അബൂബക്കർ, നിലമ്പൂർ റേഞ്ച് ഓഫീസർ KP ജനേഷ്, നഗരസഭാ കൌൺസിലർമാർ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.